അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന് ആണോ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നത് പോയി. യുവാവിനെ പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ചികിത്സയിലായ ആ യുവാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നു. ആ മരണപ്പെട്ട സിയാദ് എന്ന് പേരുള്ള യുവാവിൻ്റെ മകള് പോലീസിനോട് കെഞ്ചിക്കൊണ്ട് പറയാൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ പപ്പാക്ക് വയ്യാത്ത ഒരാളാണ്, എൻ്റെ പപ്പയെ നിങ്ങൾ എന്തിനാണ് മർദ്ദിക്കുന്നത്? ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്നു. അതിനുശേഷമാണ് സിയാനെ വിടുന്നത്. ആ വന്ന് പറഞ്ഞ സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് ഇത് പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. ഇല്ലാത്തൊരു കേസിന്റെ പേരിൽ ഒരു യുവാവിനെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നു. ആ പിടിച്ചുകൊണ്ടുപോകുന്ന യുവാവ് പിന്നീട് നിരപരാധിയാണെന്ന് കണ്ട് പോലീസ് വിട്ടയക്കുന്നു. പക്ഷേ ആ വിട്ടയക്കുന്നതിനിടയിൽ ആ യുവാവിനെ പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ചികിത്സയിലായ ആ യുവാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നു. ആ മരണപ്പെട്ട സിയാദ് എന്ന് പേരുള്ള യുവാവിൻ്റെ മകള് പോലീസിനോട് കെഞ്ചിക്കൊണ്ട് പറയാൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ പപ്പാക്ക് വയ്യാത്ത ഒരാളാണ്, എൻ്റെ പപ്പയെ നിങ്ങൾ എന്തിനാണ് മർദ്ദിക്കുന്നത്? പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, നിങ്ങളൊന്ന് ആഭ്യന്തരമന്ത്രി ഒന്ന് കേൾക്കത്, നിങ്ങൾ കേൾക്ക് ഈ പാവം ജനങ്ങളുടെ സങ്കടങ്ങൾ. ഇവിടെ ആ ഒരു മകളുടെ വാക്കുകൾ നിങ്ങൾ കേട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് നിങ്ങൾ എടുക്കുക? കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് തികഞ്ഞ പരാജയത്തിലായിരുന്ന ഒരു സർക്കാരിൽ നിന്ന് മാറി വളരെ പ്രതീക്ഷയുള്ളൊരു സർക്കാരിലേക്ക് വന്നതാണ്. എന്നിട്ടും ഈ ലോക്കപ്പ് കസ്റ്റഡി മർദ്ദനങ്ങളും മരണങ്ങളും തുടർക്കഥയാവുകയാണോ നമ്മുടെ നാട്ടിൽ? ആ ഒരു മകൾ ചോദിക്കുന്നൊരു രംഗം എൻ്റെ ഉള്ളിൽ വല്ലാതെ പൊള്ളി. ആ ഒരു മകളുടെ മനസ്സിൽ എന്തിനാണ് ഇയാളെ പിടിച്ചുകൊണ്ടേന്നറിയോ? ആ നാട്ടിൽ ഇയാളുടെ ഈ സിയാദിൻ്റെ കൊല്ലം കുണ്ടറയിലാണ് സിയാദിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ വിഷ്ണുവിനെ കാണാതായത്രേ. ചെറിയ 10-13 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ സഹോദരി, അതായത് ഈ സുഹൃത്തിൻ്റെ മകള് പരാതി കൊടുത്തു, ഇത് ഇയാളാണ് എൻ്റെ സഹോദരനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവാണ്. പിടിച്ചു കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം മനസ്സിലായി ആ കാണാതായ ചെറുക്കൻ സ്റ്റേഷനിൽ കയറി വന്നു, എന്നെ ആരും കൊണ്ടുപോയതല്ല, വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ പറഞ്ഞ് ഇയാളെ വിട്ടയച്ചു. പക്ഷേ അതിനിടയിൽ പോലീസ് ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു. ആ മർദ്ദനത്തെ തുടർന്നാണ് ഈ പിന്നീട് ചികിത്സയിലായിട്ട് ഇയാൾ മരണപ്പെട്ടത്. ആ മരണപ്പെട്ട മനുഷ്യന്റെ മകള് സംസാരിക്കുന്ന രംഗം ഒന്ന് കേട്ടു നോക്ക്. ഹലോ ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന് ആണോ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നത് തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. ഒരു പെരുമ്പഴേക്കും കേരളത്തിൽ സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തിയിട്ട് ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചവിടെ. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഞാൻ ഈ വിഷ്ണുവിൻ്റെ മകളും വേറൊരു പയ്യൻ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ തെറ്റാണ് ഞാൻ ചെയ്തെന്ന് പറയും. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസ് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇളയർക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായ ഒരു ഇടിക്കുകയായിരുന്നു പോലീസുകാർ. ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്നു. അതിനുശേഷമാണ് സിയാനെ വിടുന്നത്. ആ വന്ന് പറഞ്ഞ സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് ഇത് പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നത് നല്ല കണക്ക് ഇടിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസാണ് ഇടിച്ചതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. ഞങ്ങളുടെ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു, ഇങ്ങനെ പോലീസുകാർ ഇടിച്ച് ഇനിയും ഇടിക്കുമെന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തവും പഴുപ്പായി പോയെന്ന് പറഞ്ഞു.
എക്സ്റേയും സ്കാനിങ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത് എന്തോ മരുന്നിൻ്റെ സ്റ്റിക്കറാണ്. ലെൻസിലോട്ട് ആവുമെന്ന് പറഞ്ഞത്. ശരീരം ബോഡി അനക്കല്ലു എന്നെല്ലാം പറഞ്ഞാൽ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും കുനിച്ച് നിർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോൾ എവിടെ വെച്ചു? വണ്ടിക്കകത്ത് വെച്ച്. കുറ്റക്കാരായ ഈ പോലീസുകാർക്കെതിരെ തികഞ്ഞ നടപടിയെടുക്കണം. കാരണം രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയിൽ വളരെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഭരണത്തിലുള്ളത് UDF സർക്കാരാണ്. മുൻപത്തെ സർക്കാരിൽ ഒരുപാട് കസ്റ്റഡി മർദ്ദനങ്ങളും കൊലപാതകങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ നടന്ന ഒരു കാലമുണ്ട്. ആ പ്രതീക്ഷക്കപ്പുറത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തല വലിയ പ്രതീക്ഷയെ. കൊല്ലം കുണ്ടറയിൽ ഈ പാവം പെൺകുട്ടിയുടെ ഈ വാക്കുകൾ, ആരാണോ അച്ഛനെ മർദ്ദിച്ച ശ്രീജിത്ത് എന്ന പോലീസുകാരൻ, ആ പോലീസുകാരനോടാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. ആ മകള് സിയാദിൻ്റെ മകള് സംസാരിക്കുന്നത്. ആ വാക്കുകൾക്ക് എന്ത് പരിഹാരം കൊടുക്കുക? ആ മരണപ്പെട്ടു പോയ സിയാദിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ ആ മകളുടെ ഒരു പ്രണയം ഇയാൾ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് മകള് കൊടുത്ത മറുപടിയാണെന്ത്? സഹോദരൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ തക്കം നോക്കിയിട്ട് സഹോദരൻ തട്ടിക്കൊണ്ടുപോയി മിസ്സിംഗ് കേസിൽ കൊടുത്തു. ഒരാളുടെ പ്രണയപ്പകക്ക് വേണ്ടി ഒരു ചെങ്ങായിയുടെ ജീവൻ എടുത്തു. ഞാൻ വേറെയുള്ള പെൺകുട്ടികൾ എവിടെയെങ്കിലും പ്രണയിച്ചോട്ടെ, എന്തും ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ മൊറാലിറ്റി പോലീസ് കളിക്കണത്? എന്തും ആയിക്കോട്ടെ, നമ്മുടെ മക്കളിലേക്ക് നിങ്ങൾ നോക്കാം. ഭാവിയിൽ എവിടെയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾ അതിൽ കയറി ഇടപെടണ്ട. ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ കൗമാരക്കാരായ പെൺകുട്ടികളെ കൗൺസിലിങ്ങിന് വരുത്താൻ എനിക്ക് പേടിയാണ്. അതായത് ഈ പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ നാളെ ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ നിന്ന് പിന്മാറ്റ ദേഷ്യത്തിന് മറ്റോ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെടുത്തിക്കോ, ഇന്ന അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്ന് പറഞ്ഞ് നാളെ ഞാൻ പോക്സോ കേസിലാവൂല, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഈ അവസ്ഥയാണ് സിയാദിനുണ്ടായത്. അവൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ ഒരു പ്രണയം എന്ത് ചെയ്യാൻ തുടങ്ങി, തടയാൻ ശ്രമിച്ചു. ആ തടയാൻ ശ്രമിച്ചതിന് അനാവശ്യമായിട്ട് വേറൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയുന്നതാണ് ഈ പ്രശ്നമാവണതേ. അത് വെറുതെ ആരും മെക്കെട്ട് കയറണതല്ല. അതിന് അവർ കൊടുത്ത മറുപടിയാണ്. ഇതൊക്കെ സാധാരണക്കാരാണ്, വളരെ അടിസ്ഥാന വർഗമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ അവസ്ഥ. കസ്റ്റഡി പോലീസിൻ്റെ മർദ്ദനമേറ്റ് സഹിക്കാൻ കഴിയാതെ നട്ടെല്ലിനുമൊക്കെ പഴുപ്പുണ്ടായിക്കുക. ഇതിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. എന്ത് നടപടിയാണ് രമേശ് ചെന്നിത്തല പോലീസ് എടുക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാലോ. നമ്മളെല്ലാത്തിലും നമ്മൾ മുമ്പ് പറയലുണ്ട്, മുൻപത്തെ പോലീസ് അങ്ങനെയത്, ഇന്നിപ്പോൾ കണ്ടില്ലേ ചെന്നിത്തലയുടെ പോലീസൊക്കെ ഉഷാറന്നെ. ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നീതി ആർക്കാണോ നിഷേധിക്കപ്പെടുക അതിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ ശബ്ദിക്കുക. ഇപ്പം എന്നാ ഒരു സ്റ്റേഷനിലേക്ക് DYFIയുടെ മാർച്ച് ഉണ്ടായിരുന്നു. DYFI മാർച്ച് നടത്തി. സ്വാഭാവികമായിട്ടും അവർ പ്രതിപക്ഷ പാർട്ടി ആയതുകൊണ്ട് മാർച്ച് നടത്തി. നമുക്കിതിന് പരിഹാരം കാണണം. ഈ ഒരു മനുഷ്യൻ്റെ ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അന്വേഷണം പുറപ്പെടുവിച്ചിട്ട് ഇവർക്ക് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണം. ഈ കൊല്ലപ്പെട്ട സിയാദിൻ്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം. ഇങ്ങനെ എത്രയോ കേസുകളുണ്ടെന്നറിയോ? ഒരുപാട് പോലീസുകാർ ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പോലീസുകാർ എനിക്ക് പേഴ്സണലി അറിയാം. നല്ല പോലീസുകാരുണ്ട്. പക്ഷെ അവരെ പറയിപ്പിക്കാൻ ഇതുപോലെ വല്ല ശ്രീജിത്തോ അതിലോ ഉണ്ടായാൽ മതി. അങ്ങനെ 2 എണ്ണം ഉണ്ടായാൽ മതി, അതോടുകൂടി കേസായി. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കാര്യം കു അൻഫുസക്കും വഹലിക്കും നാറ. നമ്മുടെ കുടുംബം അതിലേക്ക് നോക്കിയാൽ മതി. മറ്റൊരവിടെ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണം അതിൽ കയറി നമ്മൾ അഭിപ്രായം പറയാം. ഏതെങ്കിലും പെൺകുട്ടികൾ വല്ല സുഹൃത്തുക്കളുമായിട്ട് നടക്കണത് കണ്ടാൽ നീ എന്തിനാണ് നമ്മൾ ചോദ്യം ചെയ്യണത്? ഇനി നമുക്ക് എന്താ കിട്ടുന്നത്? അവർക്കൊരു ശത്രുത ഉണ്ടാവുക എന്നുള്ളത് പടച്ചോൻ ഭാഗത്തു നിന്നൊരു കൂലിയില്ല. എന്നാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വല്ല അപ്രീഷിയേറ്റ് കിട്ടുമോ? അതുമില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഈ സർക്കിളിന് അപ്പുറത്തേക്ക് നമ്മൾ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. എന്തായാലും ഈ ഒരു കൊല്ലപ്പെട്ട മനുഷ്യർക്ക് നീതി കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ വിളിച്ചുകൊണ്ട് പോകും, സംശയത്തിൻ്റെ പേരിൽ പോലീസുകാർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അത് ചോദ്യം ചെയ്തതിന് പകരം ഇങ്ങനെ മർദ്ദനത്തിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു ആക്ഷൻ ഹീറോ ബിജു ആവുള്ളൂ എന്നൊരു തോന്നലാണ്. അതിന് നിയമത്തിൻ്റെ പൂട്ടിട്ട് പൂട്ടണം. അല്ലെങ്കിൽ ഇതാർക്ക് നേരെയും ഈ കൈ പൊങ്ങാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.